ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബർത്ത്ഡേ വീഡിയോ ആണ്. ആഗസ്റ്റ് 1 രമ്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഈ വീഡിയോ എടുക്കുന്നത് ആഗസ്റ്റ് 4 ആഗസ്റ്റ് 4 ഇന്ന് ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ആഗസ്റ്റ് 1 ഞങ്ങളുടെ ബർത്ത്ഡേ എല്ലാം കുളവായിപ്പോയൊരു ദിവസമായിരുന്നു. അന്ന് രമ്യയ്ക്ക് ചെറിയൊരു തലകറക്കമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലായിരുന്നു. അന്നതുകൊണ്ട് പ്രത്യേകം ഒന്നും ആഘോഷിക്കാൻ പറ്റിയില്ല, കേക്ക് മുറിക്കാനൊന്നും പറ്റിയില്ല. അപ്പം അന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു, 4 കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അല്ലേ, അന്ന് നമുക്കതെല്ലാം ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇന്ന് രാവിലെ സ്കൂളിൽ കൊണ്ടാക്കി. അപ്പം 2 ദിവസം ലീവായതിനാൽ 4 ലീവ് എടുക്കാൻ പറ്റിയില്ല രമ്യയ്ക്ക്. അപ്പം സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയപ്പം രമ്യയുടെ ഫോണിൽ നിന്നൊരു കോൾ വന്നു. രമ്യ എന്തോ പറ്റി, വയ്യാതായോ? കോൾ എടുത്തു കഴിഞ്ഞപ്പം കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരാണ് വിളിച്ച് എന്നോട് പറഞ്ഞു, ചേട്ടാ ഇതുപോലെ രമ്യ ടീച്ചറിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങളൊരു കേക്കൊക്കെ മേടിച്ച് സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മുറിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്കത് വൈകിട്ടത്തേന് മുറിക്കാം. തെക്കേമല തോംസൺ ബേക്കറിയിലോട്ട് വൈകിട്ട് ടീച്ചറെ എങ്ങനെയെങ്കിലും സർപ്രൈസായിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി എന്നാൽ കുഞ്ഞിന് അവിടെ നിന്ന് കേക്ക് മേടിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പ്ലാൻ ചെയ്താണ്. ഉണ്ണിക്കുട്ടനെ ഉറക്കത്തിൽ നിന്ന് എടുത്ത് ഒരുക്കി കൊണ്ടുപോയതാണ്. അതിൻ്റെ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയെ കണ്ടാൽ പിന്നെ ഉണ്ണിക്കുട്ടൻ അമ്മയെ മതി. അമ്മയെ കണ്ട ഉടനെ ഓടിപ്പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ തെക്കേമല തോംസൺ ബേക്കറിയിലെത്തി. ടീച്ചർമാർ ഓൾറെഡി അവിടെ എത്തി വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. കണ്ണേട്ടനെ കൊണ്ട് മുറിപ്പിക്കാനാണ്. ചേട്ടനൊക്കെ ലാസ്റ്റ് മതി. ചേട്ടൻ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ ഇച്ചിരി മതി. അതൊന്നുമല്ല, ഇവർ നേരത്തെ പ്ലാൻ ചെയ്തതാ. എന്നെ വിളിച്ചായിരുന്നു. ഞാനതല്ലേ നിന്നെ കൊണ്ട് ഈ ഡ്രസ്സ് നിർബന്ധിച്ചിടിയിച്ചേ. വീട്ടിൽ പിന്നെ ഉണ്ണിക്കുട്ടന് സേമിയ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വരുന്ന വഴി ഉണ്ണിക്കുട്ടനുള്ള കേക്ക് വാങ്ങി. റെഡ് വെൽവെറ്റിൻ്റെ കേക്കായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. പക്ഷെ ഞങ്ങളത് വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചപ്പം കുറച്ച് ഡാമേജ് ആയിപ്പോയി, കുറച്ച് അമങ്ങി. അതാണ് ആ പേരിൻ്റെ ഒക്കെ അവിടെയൊക്കെ ചെറിയൊരു ഡാമേജ് ഉള്ളത്. പിന്നെ അമ്മ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ഉണ്ണിക്കുട്ട, ഹാപ്പി ബർത്ത്ഡേ ടു യു.
കൊടുക്ക അച്ഛന് കൊടുക്ക അച്ഛ കൊടുക്ക അച്ഛ കൊടുക്ക അച്ഛ കൊടുക്ക കേക്കൊക്കെ മുറിച്ചു അടുത്തുള്ള എല്ലാ വീടുകളിലും കൊണ്ട് കൊടുത്തു. ഉണ്ണിക്കുട്ടന് ബർത്ത്ഡേക്ക് വെച്ച പായസവും എല്ലാ വീട്ടിലും കൊണ്ട് കൊടുത്തു. അപ്പം ഇനി ഉണ്ണിക്കുട്ടനെ കൊണ്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. ഉണ്ണിക്കുട്ടനും അമ്മയ്ക്കും മന്തി വലിയ ഇഷ്ടമാണ്. അപ്പം മന്തി കഴിക്കാൻ പോകാമെന്നുള്ള പ്ലാനിങ്ങാണ്. നമ്മുടെ കോഴഞ്ചേരി മാരാമൺ നേരത്തെ ക്ലൗഡ് സിറ്റി എന്നും പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ലാലേട്ടൻ ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷെ അതിപ്പം പൊട്ടിയിട്ട് പരം പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഫുഡ് പോയി കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ പോകാമെന്നുള്ള പ്ലാനിങ്ങാണ്. അങ്ങനെ മാരാമണ്ണ് ടമ്മി എമ്മി റെസ്റ്റോറൻറ്റിൽ ഞങ്ങളെത്തി. ബിരിയാണി അൽഫാം കുഴിമന്തിയാന്ന് തോന്നുന്നു ഇവിടുത്തെ സ്പെഷ്യൽ. കുഴിമന്തി തീർന്നു പോയത് കൊണ്ട് കുഴിമന്തിക്ക് പകരം ഞങ്ങൾ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. ഒരു ഹാഫ് അൽഫാം മന്തി ഞങ്ങൾക്ക് കഴിക്കാനും ഒരു ഹാഫ് മന്തി വീട്ടിലേക്ക് പാഴ്സലുമാണ് പറഞ്ഞിട്ടുള്ളത്. ഉണ്ണിക്കുട്ടൻ പിന്നെ അടങ്ങി എങ്ങും ഇരിക്കാത്തതുകൊണ്ട് ഫുഡ് വരുന്നിടം വരെ അവനെ എടുത്തുകൊണ്ട് ഇതിലേക്ക് നടക്കുമായിരുന്നു എൻ്റെ പരിപാടി. ഫുഡ് വന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഫുഡ്. പിന്നെ കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഉണ്ണിക്കുട്ടനെ കൊണ്ട് ഫുഡ് കഴിക്കാൻ വന്നാലുള്ള മെയിൻ ടാസ്ക് അവനെ ഒരിടത്ത് അടക്കി ഇരുത്തി അവന് ഫുഡ് കൊടുക്കുന്നതാണ്. നമുക്ക് ശരിക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര പാടാണ്. ഇതൊരു ഫ്രഷ് ലൈം എടുത്ത് അതിൻ്റെ സ്ട്രോ വെച്ച് കാണിക്കുന്ന പല പരിപാടികളാണ് ഉണ്ണിക്കുട്ടൻ്റെ. ഉണ്ണിക്കുട്ടനെ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ തിരക്കിൽ പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ വിട്ടുപോകും. സത്യം പറഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പം വീഡിയോ എങ്ങും എത്താതെ നിൽക്കുന്ന രീതിയിലാണ്. ഇതിന് ഒരു അവസാനം എവിടെയാണ് ഏത് വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ ബർത്ത്ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ എല്ലാ വീഡിയോകളും ഇതുപോലെ കണ്ട് ഞങ്ങളുടെ കൂടെ കൂടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.